വാക്യം. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിക്കണം. അവന്റെ ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ. വശീകരണ ശക്തി, വശീകരിക്കുന്ന ശക്തിയുണ്ട് ഈ ലോകത്തിൽ. ഹല്ലേലൂയ. ഇന്ന് അഡ്വർടൈസ്മെന്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. കാരണം ഓണമല്ലേ. എന്തിനാ? മനുഷ്യനെ വശീകരിച്ചു കൊണ്ടുപോയി അവൻ്റെ പേഴ്സ് ചോർത്തിയെടുക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ഇതിനകത്തെല്ലാം ഭയങ്കര മോഹം കയറും ഇത് കാണുമ്പോൾ. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ലക്ഷങ്ങളും കോടികളും കൊടുത്ത് അഡ്വർടൈസ് ചെയ്യുന്ന പണം എൻ്റെ നിങ്ങളുടെയും കയ്യിൽ നിന്നാണ് മേടിക്കുന്നവർ. അതോടെ ചേർത്ത് വെച്ചിട്ടാണ് പ്രൈസ് ഇടുന്നതെന്ന് മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. സ്തോത്രം. വഞ്ചിക്കുന്ന ലോകമാണ്. പ്രൈസ് ഗോഡ്. മനുഷ്യനെ മോഹവലയത്തിലിട്ട് അവനെ വശീകരിച്ച് ഏതൊക്കെ വിധത്തിൽ ചോർത്താമോ അതുപോലെ ചോർത്തുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷേ എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നത് ചോർത്തിക്കളയാനുള്ളതല്ല, അത് വിവേകത്തോടെ ഉപയോഗിക്കാനുള്ളതാണെന്ന് തിരിച്ചറിയുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വശീകരിക്കപ്പെട്ടാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിന്നെ ഒതുക്കും. ഹല്ലേലൂയ. അപ്പോൾ എന്തു ചെയ്യും? നിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും. പിന്നെ നിനക്കതിൽ നിന്ന് ഒഴിഞ്ഞ് പുറത്തു വരാൻ കഴിയത്തില്ല. 16-ാം അധ്യായത്തിൽ ഈ മനുഷ്യൻ്റെ ജീവിതം നോക്കുമ്പോൾ 20-ാമത്തെ സ്തോത്രം വാക്യത്തിൽ വരുമ്പോൾ, പിന്നെ അവൻ ശിംശോനെ 19-ാം വാക്യം, അവൾ അവനെ മടിയിലുറക്കി ഒരാളെ വിളിപ്പിച്ച് തലയിലെ ജട ഏഴും കളയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ ശക്തി ഏതിലാണ് ഇരിക്കുന്നതെന്ന് ഇവനെ അസഹ്യപ്പെടുത്തി ചോദിച്ച് അവസാനം ആ സീക്രട്ട് പുറത്തു വിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്നിലും നിങ്ങളിലും പകരപ്പെട്ടിരിക്കുന്ന ശക്തി, സ്തോത്രം, മറ്റാർക്കും കവർന്നെടുക്കാൻ പറ്റത്തില്ലാത്ത ശക്തിയാണ്. ഞാനും നിങ്ങളും അത് സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചാൽ അത് എന്നിലും നിങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. വായിച്ചു അതിൻ്റെ താഴോട്ട്. പിന്നെ അവൻ ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ആളെ വിളിപ്പിച്ച് തലയിലെ ജട ഏഴും കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൻ ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. സ്തോത്രം. ഫെലിസ്ത്യരോ ഇതിലെ വിചാരിച്ച പോലെ നടന്നില്ല. കുടഞ്ഞ് ഒഴിഞ്ഞു കളയുവാൻ പറ്റാതെ വണ്ണം അവൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോയി. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വേണ്ടി സ്തോത്രം വിവേചന ബുദ്ധിയോടെ നിന്നാൽ, കാര്യങ്ങളെ വിവേചിച്ചു മനസ്സിലാക്കി നിന്നാൽ ഈ ശക്തി ചോരത്തില്ല. പൗലോസ് ആ ദൈവശക്തി ആദിയോടന്തം അനുഭവിച്ച വ്യക്തിയായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് മെലീത്ത ദ്വീപിൽ ചെന്നപ്പോൾ തൻ്റെ കൈമേൽ അണലി ചുറ്റിയപ്പോൾ അതിനെ കുടഞ്ഞു കളഞ്ഞ് ആ വിഷമേൽക്കാതെ വണ്ണം അതിനെ തീയിലേക്ക് കുടഞ്ഞു കളയാനുള്ള ശക്തി അവൻ്റെ ശക്തിയല്ല, അവൻ്റെ മേലുണ്ടായിരുന്ന പരിശുദ്ധാത്മ ശക്തിയാണ്.